ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ലൈംഗിക പീഡന പരാതിയിൽ നടനും എംഎൽഎയുമായ എം മുകേഷിന്റെ മരടിലെ വില്ലയിൽ പരിശോധന. നടിയുമായി പോലീസ് സംഘം അല്പസമയത്തിനകം വില്ലയിലെത്തും. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, നേരത്തെ ഈ വില്ലയുടെ താൽക്കോൽ നൽകാത്തതിനെ തുടർന്ന് നേരത്തെ പരിശോധന നടത്താൻ കഴിയാതെ സംഘം മടങ്ങുന്ന നിലയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രത്യേക സംഘത്തിന്റെ പുതിയ നീക്കം എങ്ങനെയാണ് അശ്വിൻ? രജിത്ത്, കഴിഞ്ഞ ദിവസം നടിയുടെ രഹസ്യമൊഴി, അതായത് മുകേഷിനെതിരെ പരാതിയിൽ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ തന്നെ ഈ മരടിലുള്ള മുകേഷിന്റെ ഉടമസ്ഥതയിലുള്ള വില്ലയിൽ ഒരു പരിശോധനയ്ക്ക് പോലീസ് തയ്യാറായിരുന്നു. ഇവിടേക്ക് എത്തിയതുമാണ്. പക്ഷേ ഈ വില്ലയുടെ താക്കോൽ മുകേഷ് പോലീസ് അന്വേഷണ സംഘത്തിന് കൈമാറാത്തത് വലിയ വെല്ലുവിളിയായിരുന്നതുകൊണ്ട് ഇവിടേക്ക് എത്താനോ പരിശോധന നടത്താനോ ഇന്നലെ സാധിച്ചിരുന്നില്ല. ഇന്നെന്തായാലും ആ ഒരു പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ഈ മരടിലെ വില്ലയുടെ മേൽനോട്ടക്കാരനായ ആളിൽ നിന്നും താക്കോൽ പോലീസിന് കൈമാറാനുള്ള നിർദ്ദേശം മുകേഷ് നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ എന്തായാലും ഈ ഫ്ളാറ്റിൽ ഒരു പരിശോധനയ്ക്ക് എത്തുന്നത്. എന്തായാലും ഫ്ളാറ്റിനുള്ളിൽ കയറിയുള്ള പരിശോധന ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പ്രധാനമായും ഈ ലൈംഗിക അതിക്രമം നടന്നു എന്ന് പരാതിയിൽ പറയുന്ന വില്ലയിലെത്തി സ്ഥലം തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാന അജണ്ട എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് നടി രണ്ടുപേർക്കെതിരായി 7 പേരിൽ 2 പേർക്കെതിരായ രഹസ്യമൊഴി ആലുവയിൽ രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് ആലുവയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഏകദേശം ഒരു 7:30 ഇവിടെ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു പരിശോധന കൂടിയാണ് നടിയുമായി അല്പസമയത്തിനുള്ളിൽ മുകേഷിന്റെ ഉടമസ്ഥതയിലുള്ള മരടിലെ ഫ്ളാറ്റിൽ നടക്കുന്നത്. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അതിന് എത്രത്തോളം തെളിവുകൾ ഈ പരിശോധനയിൽ കണ്ടെത്താനാകും എന്നുള്ളതടക്കം വലിയ ചർച്ചയുമാണ്. എന്തായാലും ആ നിർണായകമായ പരിശോധനയിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തും. പോലീസ് സംഘം ഇതിനോടകം തന്നെ ഫ്ളാറ്റിന് ഈ മരടിലെ വില്ലയ്ക്കുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിന് ഉള്ളിലെ അല്പം അകത്തേക്ക് കയറിയുള്ള വില്ലയാണ്. എന്തായാലും ആ പരിശോധന നടക്കുമ്പോൾ മാധ്യമങ്ങൾക്കകത്തേക്ക് പ്രവേശനമില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ നടിയുമായുള്ള സംഘം കൂടി ഇതിലേക്ക് അകത്തേക്ക് എത്തിയാൽ അകത്തുള്ള പോലീസ് സംഘത്തിൻ്റെ കൂടി സഹായത്തോടെ പരിശോധനയിലേക്ക് കടക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അശ്വിനി, കോടതിക്ക് മുമ്പിലേക്ക് ഈ വിഷയം വരാൻ പോവുകയാണ്. അതിനു മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക, അതിന് സാധ്യമായ എല്ലാ രീതികളും നിലവിൽ നേരത്തെ അശ്വിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ അത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അതുകൊണ്ട് എത്രത്തോളം വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ അറിയില്ല. നടിയുമായി എത്തി പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു, അല്ലേ അശ്വിൻ? തീർച്ചയായും അങ്ങനെ പറയേണ്ടി വരും. കാരണം ബലാത്സംഗ കേസാണ് മുകേഷ് ഉൾപ്പെടെയുള്ള പലർക്കും എതിരെ എടുത്തിരിക്കുന്നത്. അതിൽ ശാസ്ത്രീയ തെളിവുകളുടെ ഒരു ആവശ്യമുണ്ട്. അതിനപ്പുറം അറസ്റ്റ് ചെയ്യേണ്ട ഒരു കേസ് കൂടിയാണ്, വേഗത്തിൽ അറസ്റ്റ് നടപടികൾ വരേണ്ട ഒരു കേസ് കൂടിയാണ് ബലാത്സംഗ കേസ്. പക്ഷേ ഈ തെളിവുകളുടെ അഭാവം വലിയൊരു പ്രശ്നമാണ്. എന്തായാലും അതിവേഗം ഒരു അറസ്റ്റിലേക്ക് നീങ്ങേണ്ട എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം. അതുകൊണ്ട് തന്നെ എത്രയും കാര്യക്ഷമമായ അന്വേഷണം നടത്തി എത്രയും വേഗം തെളിവുകൾ ശേഖരിക്കാനാകുമെങ്കിൽ അത് ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് അതിവേഗത്തിൽ ഈ നടപടികളിലേക്ക് കടക്കുന്നതും. ഒപ്പം ഈ രഹസ്യമൊഴി, എല്ലാ കേസുകളിലും രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം കൂടി അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അതായത് വർഷങ്ങൾ മുൻപേ നടന്നൊരു ആരോപണം എന്നുള്ള നിലയിൽ വീണ്ടും അതൊരു ഈ വർഷങ്ങൾക്ക് ശേഷം അതൊരു പരാതിയായി വരുന്നു. അതിൽ നിന്നും മൊഴി മാറാതിരിക്കാനായിട്ട് കൂടിയാണ് ഈ രഹസ്യമൊഴി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അന്വേഷണ സംഘം ഈ പരാതിക്കാരിയെ കൊണ്ട് നീങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള നിലവിലെ വെല്ലുവിളി. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു. ആ വില്ലയ്ക്ക് മുമ്പിൽ നിന്ന് ലൈംഗിക പീഡന പരാതിയിൽ നടനും എംഎൽഎയുമായ എം മുകേഷിന്റെ മരടിലെ വില്ലയിൽ പരിശോധന നടക്കുകയാണ്. നടിയുമായാണ് പോലീസ് സംഘം എത്തിയിരിക്കുന്നത്. അവിടെ പരിശോധന നടത്തുന്നത്, വിവരശേഖരണം നടത്തുന്നത്. അശ്വിൻ പാലാഴി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.